ഹലോ എവ്രി വൺ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റ് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് ഹാവ് ടു ബി ഫോളോഡ് ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെസ്റ്റ്. സോ അതിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ തന്നെ ഉണ്ടാവും. അതിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും നമ്മൾ പൊതുവേ യൂസ് ചെയ്യുക. സോ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പൊതുവേ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. അതായത് വൺ ബൈ വൺ അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള സ്റ്റെപ്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവുക. സോ അതിലുള്ള ഫസ്റ്റ് സ്റ്റേജാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് പൊതുവെ ഏതൊരു കാര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു സ്റ്റെപ്പാണല്ലോ. സോ പ്ലാനിങ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. സോ ദി ഇനീഷ്യൽ ഫേസ് ഇൻവോൾവ്സ് കെയർഫുൾ പ്ലാനിങ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കെയർഫുൾ പ്ലാനിങ് ഇവിടെ ആവശ്യമാണ്. എന്തിനൊക്കെയാണ് മെയിൻലി നമ്മളപ്പോൾ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ടെസ്റ്റ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആരാണ് എയിം ചെയ്യുന്നത്, ഇനി ഏത് ഐറ്റംസ് ഒക്കെയാണ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, നാച്ചർ ഓഫ് ഐറ്റംസ് റിക്വേർഡ് ഫോർ ദ ടെസ്റ്റ്. ഇപ്പം നമ്മൾ നാച്ചർ ഓഫ് ഐറ്റം ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ കുറേ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സോ ഏത് തരത്തിലാണോ, ഓപ്പൺ എൻഡഡ് ആണോ, എങ്ങനെ ക്ലോസ്ഡ് എൻഡഡ് ആണോ, അങ്ങനെയുള്ള ഏത് ഐറ്റമാണ്, ഐറ്റംസിൻ്റെ നാച്ചറിൻ്റെ ബേസ് എന്തൊക്കെയാണ്, ആൻഡ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി പ്രൊവൈഡഡ്, ഏത് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്, മെത്തേഡ് ഓഫ് സാമ്പിളിങ്, നമ്മൾ ഏത് സാമ്പിളിങ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടെസ്റ്റ്. സോ സാമ്പിളിങ് ഏത് മെത്തേഡാണ്, ഏത് സാമ്പിളിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ആൻഡ് ഓൾ അതർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ് ഹാസ് ടു ബി ഡിസൈഡഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്ലാനിങ്. സോ ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്ലാനിങ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഒബ്ജക്റ്റീവ്സ്, നാച്ചർ ഓഫ് ഐറ്റം റിക്വയർഡ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി പ്രൊവൈഡഡ്, സാമ്പിളിംഗ് മെത്തേഡ്, ഫോക്കസിങ് സാമ്പിൾ ഏതാണ്, ഡീറ്റെയിൽസ് ഫോർ ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് ഹാസ് ടു ബി ഡിസൈഡഡ് ഡ്യൂറിങ് ദ പ്ലാനിങ് ഓഫ് എ ടെസ്റ്റ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐറ്റം റൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സാമ്പിളിൻ്റെ ഇൻ്റലിജൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ. സോ നമ്മൾ അടുത്ത സ്റ്റേജ് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ടെസ്റ്റിൽ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ഒരു 10 ക്വസ്റ്റ്യൻസ് ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. പിന്നെ നമ്മളത് അനലൈസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ഫോമിലാക്കി മാറ്റും. സോ ഐറ്റം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിംഗ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് ഐറ്റം ദാറ്റ് വുഡ് ഫോം ഇനീഷ്യൽ പൂൾ ഓഫ് ഫോർ ദ ടെസ്റ്റ്. ദാറ്റ് നമ്മൾ കറക്റ്റായിട്ടുള്ള അതിൽ യോജിക്കുന്ന ഐറ്റംസ് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. സോ പൊതുവേ നമ്മൾ ഈ ഐറ്റംസ് അറേഞ്ച് ചെയ്യുക ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഡിഫിക്കൽട്ടി. അപ്പോൾ ആദ്യം സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, പിന്നെ അതിനും കൂടുതൽ കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയിട്ടില്ല, പിന്നെ അടുത്തത് അതിനേക്കാളും ഡിഫിക്കൽട്ടി കൂടിയിട്ടില്ല, അങ്ങനെ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്നത്. സോ ദീസ് ഐറ്റംസ് ആർ യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ എൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡിഫിക്കൽട്ടി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സീക്വൻസിലാണ് നമ്മൾ ഐറ്റംസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പാണ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഐറ്റംസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് നമ്മൾ വിചാരിച്ച് നമ്മളെ സാമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു 10 കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്ത് നോക്കുക. ഇത് ഫൈനലല്ല, നമ്മളൊരു മോഡൽ വെച്ചിട്ട് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൈലറ്റ് സ്റ്റഡി അല്ല, അതുപോലെയുള്ള ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുക. സോ ദ ടെസ്റ്റ് ഈസ് അഡ്മിനിസ്റ്റർഡ് ടു എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ ടു ഐഡൻറ്റിഫൈ ദ ഐറ്റംസ് ഓപ്ഷൻ ദാറ്റ് ആർ നോട്ട് സൂട്ടബിൾ ഫോർ ദ ഫൈനൽ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സാമ്പിളിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക്
അവർ ചെയ്തൊരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ ആവശ്യമില്ലാത്തത്, സ്യൂട്ടബിൾ അല്ലാത്തത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി എന്തെങ്കിലും ലാംഗ്വേജ് ഓർ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലോജിക്കലി ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ദിസ് ഹെൽപ്സ് റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് ദ ടെസ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും കുറേ ടൈമുള്ള ടെസ്റ്റ് ആണെങ്കിൽ അപ്പോൾ അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലെങ്ത്തിൻ്റെ കാര്യം ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് കുറക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് റിമൂവ് റിഡൻറ്റ് ഓർ ലെസ് ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ആവശ്യമില്ലാത്ത അക്യുറേറ്റ് ഇല്ലാത്ത ഐറ്റംസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തിട്ട് കുറേ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചു. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളെ സാമ്പിളിനെ റെപ്രസെൻറ്റ്, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിനാണെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സാമ്പിളിന് കുറച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ലാംഗ്വേജിലെ പ്രശ്നങ്ങളോ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസോ അല്ലെങ്കിൽ ലെങ്ത് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ഐറ്റംസ് ഉണ്ടെങ്കിലോ അതൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെയറിനെ മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എസ്റ്റിമേഷൻ അല്ലെങ്കിൽ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ആ ടെസ്റ്റിന് ചെക്ക് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് ഐറ്റംസ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ സ്റ്റേജിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഐറ്റംസിനൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ആഫ്റ്റർ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അഡ്മിനിസ്ട്രേഡ് ആസ് എ ഫൈനൽ ടെസ്റ്റ് ഫ്രഷ് സാമ്പിൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഒരു ഫ്രഷ് സാമ്പിളിന് നമ്മൾ മുന്നേ നോക്കിയതല്ലാത്ത ഒരു ഫ്രഷ് സാമ്പിളിന് വീണ്ടും നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിലയബിലിറ്റിയും വാലിഡിറ്റിയും ചെക്ക് ചെയ്യും. സോ നമ്മളൊരു ഫൈനൽ ആയിട്ടുള്ള ടെസ്റ്റ് വേറൊരു ഫ്രഷ് സാമ്പിളിന് കൊടുക്കും. ഇനി റിലയബിലിറ്റിയും വാലിഡിറ്റിയും ചെക്ക് ചെയ്യുന്നത് കമ്പയറിംഗ് ടെസ്റ്റ് സ്കോർസ് അഗെയിൻസ്റ്റ് സം ഔട്ട്സൈഡ് ഇൻഡിപെൻഡൻറ്റ് ക്രൈറ്റീരിയ, ഒരു ക്രൈറ്റീരിയൻ്റെ ബേസിലായിരിക്കും നമ്മൾ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഒരു ഫ്രഷ് ആയിട്ടുള്ള സാമ്പിളിനാണെന്നുള്ളത് ഓർക്കുക. ആൻഡ് ഫൈനലി പ്രിപ്പറേഷൻ ഓഫ് നോംസ് എന്ന് പറയുന്നത്, നോംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ദ നോംസ് ഓഫ് ദ ഫൈനൽ ടെസ്റ്റ് ആർ ദെൻ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ the scores of a representative sample of the population. ഈ ഫൈനൽ ടെസ്റ്റിൻ്റെ നോംസ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു മാനുവൽ ഉണ്ടാകുമ്പോൾ നമ്മളൊരു നോംസ് ഉണ്ടാവും, നമ്മളൊരു നോംസിൻ്റെ ബേസിലായിരിക്കും നമ്മളെ അടുത്ത സ്കോർ നമ്മൾ കമ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞല്ലോ. സോ ഒരു ടെസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഫൈനൽ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു നോംസ് ഉണ്ടാക്കും. സോ ദ നോംസ് ഓഫ് ദ ഫൈനൽ ടെസ്റ്റ് ആർ ദെൻ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ സ്കോർസ് ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓഫ് ദ പോപ്പുലേഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഫൈനൽ ടെസ്റ്റ് ചെയ്തല്ലോ, ആ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിലുള്ള സ്കോർസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്കോർ അല്ലെങ്കിൽ ഒരു നോം പ്രിപ്പയർ ചെയ്യും. ഇപ്പം കുട്ടികളുടെ ഒരു കേസ് നമ്മൾ പറഞ്ഞ സമയത്ത് അവർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഒരു സ്കോർ, അതിലുള്ള ഒരു ആവറേജ് സ്കോർ അല്ലെങ്കിൽ അതിലൊരു നോം ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു നോം നമ്മൾ ഒരു ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രൈറ്റീരിയൻ്റെ ബേസിലായിരിക്കും നമ്മളെ സ്കോർസ് കമ്പയർ ചെയ്യുക. സോ നോംസ് തന്നെ പല രീതിയിലുണ്ട്. ഇപ്പോൾ ഏജിൻ്റെ ബേസിലുള്ള നോംസ് ആവാം, ഇപ്പം കുട്ടികളുടെ തന്നെ ഒരു പർട്ടിക്കുലർ ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ നോംസ് ആവാം. അപ്പം നമ്മളിപ്പോൾ ഒരു 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ നോം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 11 ആണെങ്കിൽ 11 to 15 വേറൊരു നോം ഉണ്ടാവും. സോ അങ്ങനെയുള്ള നോം, ഗ്രേഡ് നോംസ്, പിന്നെ സ്റ്റാൻഡേർഡ് സ്കോർ നോംസ് ആൻഡ് പെർസെൻറ്റേജ് നോംസ്, അങ്ങനെ പല രീതിയിലുള്ള നോംസുകൾ ഉണ്ടാക്കാം. എന്നിട്ട് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി പ്രിപ്പറേഷൻ ഓഫ് മാനുവൽ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ ടെസ്റ്റ്. ഫൈനലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മളുടെ മാനുവൽ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന മാനുവലിലേക്ക് എത്തുന്ന അതിന് മുന്നുള്ള സ്റ്റേജുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ ടെസ്റ്റ്, നമ്മൾ ടെസ്റ്റ് വീണ്ടും ചെയ്യാന്നുള്ളത്. സോ പ്രിപ്പറേഷൻ ഓഫ് മാനുവൽ, ഇപ്പോൾ നമ്മൾ ചെയ്ത സാമ്പിൾ, നമ്മൾ ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ, സ്കോറിങ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാനുവൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. സോ വിച്ച് ഇസ് എ ലാസ്റ്റ് step of test construction. Here the manual is prepared to outline the psychometric properties of the test. ഈ ഒരു മാനുവൽ യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ടെസ്റ്റ്. അതിൽ ആ മാനുവലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ടെസ്റ്റ്, അതേപോലെ തന്നെ അതിൻ്റെ റിലയബിലിറ്റി, വാലിഡിറ്റി, നോംസ്, പ്രൊസീജിയേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്തത്, സ്കോറിംഗ് ഓഫ് ദ ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാനുവലിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഫൈനലി ദ ടെസ്റ്റ് ഈസ് റീപ്രൊഡ്യൂസ്ഡ് അലോങ് ദ മാനുവൽ ടു മേക്ക് അവൈലബിൾ ഫോർ യൂസ്. നമ്മൾ പിന്നെ എന്ത് ചെയ്തു, നമ്മളൊരു റിയൽ ആയിട്ടുള്ളൊരു മാനുവൽ നമുക്ക് വീണ്ടും ആ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനിലൂടെ നമ്മൾ മുന്നിലേക്ക് എത്തുകയാണ്. സോ ഫൈനൽ മാനുവൽ
ഫൈനൽ മാനുവൽ റെഡിയായി ദെൻ ഇറ്റ്സ് മേക്ക് അവൈലബിൾ ഫോർ യൂസ്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് അടുത്ത ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. സോ ഇത്രയാണ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജസിൽ പറയുന്നത്. ഫസ്റ്റ് പ്ലാനിങ്, സെക്കൻഡ് ഐറ്റം റേറ്റിംഗ്, രണ്ടാമത്തെ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ, മൂന്നാമത്തെ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ, നാലാമത്തെ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എസ്റ്റിമേഷൻ, പ്രിപ്പറേഷൻ ഓഫ് നോംസ് ആൻഡ് ഫൈനലി പ്രിപ്പറേഷൻ ഓഫ് മാനുവൽ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദി ടെസ്റ്റ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റ് കൺസ്ട്രക്ഷനൊക്കെ ഓൾറെഡി നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഇത്ര തന്നെ ഉള്ളൂ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ വാലിഡിറ്റി റിലയബിലിറ്റീൻ്റെ ഒക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണെന്നുള്ളതും നോംസൊക്കെ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ടെസ്റ്റ് കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് യൂസസ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബോൾഡ് ചെയ്ത് വെച്ചിട്ട് മാത്രം ഫോക്കസ് ചെയ്തെന്ന് പറയാം. സോ എന്തൊക്കെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റസിൻ്റെ യൂസസ് എന്ന്. അപ്പം ഇറ്റ്സ് മെയിൻലി യൂസ്ഡ് ഫോർ ക്ലാസിഫൈയിങ് പീപ്പിൾ. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനെയും ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ലോ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ, സുപ്പീരിയർ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം അഡ്വാൻസ്ഡ് ലേണേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെ നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ, പ്ലേസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ LD കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ള സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേണിംഗ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട്, IQ ടെസ്റ്റൊക്കെ ചെയ്തിട്ട്, ദെൻ സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്, പ്ലേസ്മെൻറ്റിന്, നമ്മളിപ്പം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനിൽ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിന് ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ഡയഗ്നോസിസ് ആൻഡ് പ്ലാനിങ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. പറയുന്ന പോലെ തന്നെ ക്ലിനിക്കൽ സെറ്റപ്പിൽ നമുക്ക് ഡയഗ്നോസിസ് ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റസ് യൂസ് ചെയ്യാറുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റസ് ആൾസോ പ്രൊവൈഡ് ദ ടെസ്റ്റ് ടേക്കർ വിത്ത് ഗ്രേറ്റ് ഇൻസൈറ്റ് അബൌട്ട് ഹിസ്റ്റോർ ആൻഡ് സൈക്കോളജിക്കൽ വേരിയബിൾസ് ആൻഡ് ഹെൽപ്പ് പേഴ്സൺ മേക്ക് ബെറ്റർ ലൈഫ് ഡിസിഷൻ. ഇപ്പോൾ നമ്മൾ പൊതുവെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ DAT ഒക്കെ ചെയ്തിട്ട് ആൾക്ക് ഏത് ഏരിയയിലാണോ ആപ്റ്റിറ്റ്യൂഡ് കൂടുതലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് കരിയർ ഡിസിഷൻസും ലൈഫ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ ഓഫൻ എംപ്ലോയ്ഡ് ഇൻ ഇവാലുവേഷൻ ഓഫ് ദി എഫക്റ്റീവ്നെസ് ഓഫ് സോഷ്യൽ ഓർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഇപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ കുറേ ഓൺലൈൻ ട്യൂഷൻ സെൻറ്റേഴ്സ്, ഇപ്പോൾ നമ്മളെ ബൈജൂസ് ആപ്പ് പോലെയുള്ള ഇതിലൊക്കെ, അപ്പോൾ നമുക്ക് ആ കുട്ടീൻ്റെ ഒരു ബേസ് ലൈൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഈ കുട്ടിക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ ഒരു ബേസിക് എത്രയാണ്, എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഫൗണ്ടേഷൻ എത്ര ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓർ മെഷറിങ് ദ ബേസ് ലൈൻ ലെവൽസ് ഓഫ് പോപ്പുലേഷൻ. നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ ബേസിക് ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ എ സൈക്കോളജിക്കൽ വേരിയബിൾ ദാറ്റ് വിൽ ദെൻ ടാർഗറ്റഡ് യൂസിങ് പ്രോഗ്രാംസ്. അത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റസ് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, നമ്മളിപ്പോൾ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഇപ്പോൾ അഡ്വാൻസ്ഡ് സ്ലോ ലേണേഴ്സിനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്ത ഒരു കൈൻഡ് ഓഫ് യൂസസ് എന്ന് പറയുന്നത് ഹെവിലി യൂസ്ഡ് ഇൻ റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ് വേരിയബിൾസ്. നമ്മൾ പൊതുവേ സൈക്കോളജിക്കൽ ടെസ്റ്റ് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളെ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മേ ലീഡ് ടു ഇൻഫോർമേഷൻ ഓഫ് തിയറീസ്, മേ ലീഡ് ടു ഫോർമേഷൻ ഓഫ് തിയറീസ് ഫോം ചെയ്യാനും, നമുക്ക് വേരിയസ് ഡെയിലി ലൈഫിൽ വേരിയസ് ഫീൽഡ്സിൽ അത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റസ് ഹെൽപ്ഫുള്ളാണ്. സോ ഇത്രയും കാര്യത്തിനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. സെലക്ഷൻ, പ്ലാനിങ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, മേക്കിംഗ് ഡയഗ്നോസിസ് ആൻഡ് പ്ലാനിങ് ഫോർ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ലൈഫ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സൈക്കോളജിക്കൽ റിസർച്ചിൽ തിയറീസ് ഫോർമേഷനിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റസ് ആണ്. എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റസിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളത് നോക്കാം. സോ ഇൻഫോംഡ് കൺസെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവരുടെ കൺസെൻറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടെസ്റ്റും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ അവർ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ അത് നമ്മൾ എത്തിക്സിനെതിരെയാണ് എന്നുള്ളതാണ്. സോ ഇൻവേഷൻ ഓഫ് പ്രൈവസി
ആക്യുറസി ഓഫ് സൈക്കോളജിക്കൽ ഡാറ്റ ഈസ് ഒബ്റ്റൈൻഡ് ഓർ യൂസ്ഡ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇൻഫോംഡ് കൺസെൻറ്റ്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ സെറ്റപ്പിലൊക്കെ ആണെങ്കിലും കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടാറുണ്ട്. സോ അത് അവരുടെ കൺസെൻറ്റില്ലാതെ ഒരിക്കലും പബ്ലിക് ആക്കാനോ അവരുടെ കൺസെൻറ്റില്ലാതെ ഒന്നും ചെയ്യാനോ നമുക്ക് പാടില്ല എന്നാണ്. സോ അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ കൺസെൻറ്റ് കിട്ടുക എന്നുള്ളതും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. പിന്നെ നമുക്ക് ക്രിയേറ്റ് ലേബിൾസ്. ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ലോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടീനോട് അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻസ് കുറവുള്ളൊരു കുട്ടി നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടി, അല്ലെങ്കിൽ ഒന്നിലും ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കുട്ടികളുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിലും പുറത്തൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ദ പേഴ്സൺസ് ആർ അണേബിൾ ടു ഷെഡ് ഡെസ്പൈറ്റ് ബീങ് ഏബിൾ ടു ഷോ എവിഡൻസ് ടു ദാറ്റ് എഫക്റ്റ്. അപ്പോൾ അതൊക്കെ ഈ ലേബലിങ് ഭയങ്കര ഒരു ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ബോർഡർ ലൈൻ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ലേബൽ ചെയ്ത് പറയുന്ന സമയത്ത് അവർക്ക് അത് പേഴ്സണലി എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദേ മെഷർ ഓൺലി ലിമിറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ ത്രൂ സൈക്കോളജിക്കൽ ടെസ്റ്റ്. നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പർട്ടിക്കുലർ ബിഹേവിയറൽ ആസ്പെക്ട്സ് മാത്രമേ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ. ഒരു ഓവറോൾ ബിഹേവിയർ അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു പേഴ്സണാലിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. സോ ദേ മെഷർ ഓൺലി ലിമിറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ വിച്ച് മേ നോട്ട് ഇല്ലുമിനേറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൈറ്റ്സ് ഓഫ് ദ പേഴ്സൺ പെർഫോമിങ് ദ ബിഹേവിയർ. സോ ലിമിറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയറിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദേ ക്രിയേറ്റ് ആങ്സൈറ്റി എമംഗ് പാർട്ടിസിപ്പൻറ്റ് വിച്ച് എഫക്റ്റ് ദെയർ പെർഫോമൻസ് ഓൺ ദ ടെസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഭയങ്കര നെർവസ് ആയിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് കുറവാവോ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന സമയത്ത്, പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ആ പെർഫോമൻസിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ടെസ്റ്റ് എങ്ങനെയാണ് ആൾ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ലെവലിന് അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ദേ ഹാവ് been found to penalize bright and creative answers while giving higher scores on common and typical answers. ഇപ്പോൾ ചില കേസിൽ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ സ്റ്റാറാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ അതല്ലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആക്ച്വൽ നമ്മുടെ ബിഹേവിയർ എന്താണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടുള്ള ആൻസർ ഒന്നല്ലാണ്ട് നമ്മൾ പുറത്ത് ഇതൊരു മറ്റുള്ളവർ കാണാനില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മറച്ചു വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ക്രിയേറ്റീവ് ആൻസേഴ്സും വൈൽ ഗിവിങ് ഹയർ സ്കോർസ് ടു കോമൺ ആൻഡ് ടിപ്പിക്കൽ ആൻസേഴ്സ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മേ ബി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റിൻ്റെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സ്കെയിൽസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഇതൊക്കെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ UGയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. സോ ഏതെല്ലാമാണ് സൈക്കോളജിക്കൽ സ്കെയിൽസ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ,